വയനാട് ഇപ്പോഴത്തെ SP സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഒരു IPS ഓഫീസർ ഇളങ്കോ IPS എൻ്റെ കോളേജ് ഫ്രണ്ടും കൂടിയാണ് ഇളങ്കോ. സോ ഇളങ്കോ അഗെയിൻ എത്രയോ പോലീസ് അവരുടെ ഒരു സ്വന്തം ഒരു സുരക്ഷയെല്ലാം ഓൺ ദ ലൈൻ വെച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസ് എൻ IPS ഓഫീസർ. എത്രയോ നാടുകളിൽ നിന്ന് എത്രയോ പേർ തിരിച്ചു വരണം, റിപ്പാട്രിയേഷൻ, നമ്മുടെ എക്സ്പാട്രിയേറ്റ്സ് എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വിദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ ഗൾഫിലും ഫ്രാൻസിലും ഇറ്റലിയിലും UK കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് ആണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇതെല്ലാം ഇത്ര നടക്കുമ്പോഴും നമ്മുടെ വനങ്ങളെയും നമ്മുടെ നേച്ചറെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് സർവീസ് ഓഫീസേഴ്സ് ആണ്. DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മുടെ വയനാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് സർവീസ് ഓഫീസറാണ്. അതേസമയം ഇൻകം ടാക്സ്, കസ്റ്റംസ്, ഇങ്ങനെ എല്ലാത്തിലും വർക്ക് ചെയ്തിരുന്നത് റവന്യൂ സർവീസ് ഓഫീസേഴ്സ് ആണ്. റെയിൽവേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സർവീസ്. ഇങ്ങനെ ഞാൻ പല സർവീസ് പറയുന്നത് കാരണം ദീസ് ഓൾ സർവീസസ് കം അണ്ടർ ദ അംബ്രല്ല സിവിൽ സർവീസസ്. ഈ സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ഈ എക്സാം, ഈ സിവിൽ സർവീസിന് വേണ്ടി ഒറ്റ എക്സാം ആണ് ഉള്ളത്. എല്ലാ സർവീസസിനും മോർ ദാൻ 20 സർവീസസ് നേടാൻ ഈ ഒരു എക്സാം മതി. ഫോറസ്റ്റ് സർവീസിന് വേണ്ടി മാത്രം അഗെയിൻ വേറെ ഒരു സെപ്പറേറ്റ് എക്സാം ആണ് ഉള്ളത്. സോ ഈ സെഷൻ അടുത്ത 40 മിനിറ്റിൽ ഞാൻ എക്സാം കുറിച്ചും ഈ എക്സാമിന് എങ്ങനെ പഠിക്കണം, ഈ ഒരു സ്വപ്നം എങ്ങനെ നമ്മൾ റിയൽ ആക്കാൻ പറ്റും, ഹൗ ക്യാൻ വി മേക്ക് ദീസ് ഡ്രീംസ് കം ട്രൂനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഓറിയന്റേഷൻ കൊടുക്കാനാണ് ഈ സെഷൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞു വന്നത് എന്നെ കുറിച്ച് ഫസ്റ്റ് പറയണം. ഞാൻ ഇതുപോലെ ഒരു സെഷൻ എടുക്കാൻ എനിക്ക് എന്താ ഒരു അർഹത എന്ന് ചോദിച്ചാൽ, ഞാൻ IAS ആയത് കൊണ്ടല്ല എനിക്ക് അർഹത കിട്ടുന്നത്. ഞാൻ 2 പ്രാവശ്യം ഈ എക്സാം, ഈ സിവിൽ സർവീസസ് എക്സാം ഞാൻ 2 പ്രാവശ്യം എഴുതി ഫെയിലായ ഒരു വ്യക്തിയാണ്. പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പാസ്സായത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയപ്പെട്ടവരാണ് കൂടുതൽ അഡ്വൈസ് ചെയ്യാനും കൂടുതൽ ഗൈഡൻസ് കൊടുക്കാനും പറ്റും. അങ്ങനെ ഒരു ഫെയിലിയർ ആയി നിന്ന് സക്സസ് ആയ ഒരു ആളാണ് ഞാൻ. സോ അതുകൊണ്ടാണ് ഈ ഒരു സെഷനിൽ നിങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ഒരു ഓറിയന്റേഷൻ ആയിരിക്കും. സിവിൽ സർവീസസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC എന്ന് പറയും. ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. സോ UPSC കണ്ടക്ട് ചെയ്യുന്ന ഈ എക്സാം, സിവിൽ സർവീസസ് എക്സാം 3 സ്റ്റേജിലാണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, ഇന്റർവ്യൂ എക്സാം. ജനറലി ഒരു കോളേജ്, ഇപ്പോൾ കോളേജ് കുട്ടികൾ കൂടുതൽ പേര് ഈ ഇന്ററാക്ഷൻ കേൾക്കുന്നുണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. കോളേജിൽ ഒരു സെമസ്റ്റർ എക്സാം ഉണ്ടാവും. അതിനുവേണ്ടി ഒരു എഞ്ചിനീയറിംഗ് കുട്ടികളുടെ, ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് എക്സാം വേണ്ടി പിറ്റേ ദിവസം രാത്രി പഠിക്കും, അടുത്ത ദിവസം പോയി എഴുതും, പാസ്. അങ്ങനെ അല്ല സിവിൽ സർവീസസ് എക്സാം. സിവിൽ സർവീസസ് എക്സാം പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് എക്സാമിന് ഒരു രാത്രി എങ്ങനെയോ അതുപോലെയാണ് സിവിൽ സർവീസ് എക്സാം ഒരു വർഷം മൊത്തം പഠി. ഫോർ എക്സാമ്പിൾ, ഞാൻ 2011 എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയത്. 2012 ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയത്. 2013 എഴുതി. പിന്നെ 2014 എഴുതിയ അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്. സോ ഈ എക്സാമിലുള്ള 3 സ്റ്റേജ് കുറിച്ച് ഞാൻ പറഞ്ഞു. ഫസ്റ്റ്, നിങ്ങൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് അത്ര ടഫായ ഒരു എക്സാം ആണോ, ഇത് ഒരു വലിയ ഒരു സ്വപ്നമാണോ, ഇസ് ഇറ്റ് സംതിങ് വിച്ച് ഇസ് ഫാർ ബിയോണ്ട് അസ്? ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തിൽ 5 ലക്ഷം to 6 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമാണ് ഈ സിവിൽ സർവീസ് എക്സാം. അതിൽ 1000 പേര് പാസ്സാവും. സോ ദ പെർസെൻറ്റേജ് ഇസ് വെരി വെരി സ്മോൾ, 0.001, അങ്ങനെ 0.0002% അങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ആ 1000 പേരിലും ഒരു 150 പേർ IAS ആവും, ഒരു 150 പേർ IPS ആവും, ഒരു 30 പേർ ഫോറിൻ സർവീസ് ആവും, 100 പേർ റവന്യൂ സർവീസ് ആവും. ഇങ്ങനെ ഒരു സ്പ്ലിറ്റപ്പും ഉണ്ട്. സോ ഇതിൽ നമ്മൾ എങ്ങനെ ടോപ്പറാണ്, അതാണ് ഈ സെഷനുടെ ഉദ്ദേശം. സോ ഫസ്റ്റ്, സിവിൽ സർവീസസ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ പ്രായത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിവിൽ സർവീസ് എക്സാമിനുള്ള ഏറ്റവും ഫസ്റ്റ് ടൂൾ, ഇത് ഒരു വാറിന് വെച്ചാൽ, ഇതൊരു ബാറ്റിലിന് വെച്ചാൽ അതിൽ ആവശ്യമായ ഫസ്റ്റ് വെപ്പൺ, ഏറ്റവും എളുപ്പമായ വെപ്പൺ, നമ്മൾ എല്ലാവരും കേരളത്തിൽ എസ്പെഷ്യലി എല്ലാവരും കയ്യിലും ഉള്ള ഒരു വെപ്പൺ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിലാണ് ഈ സിവിൽ സർവീസസ് എക്സാം പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. ഞാനും അങ്ങനെയാണ് തുടങ്ങിയത് 2010, 2011. ഇപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ, നമ്മൾ കേരളത്തിൽ ഞാൻ കണ്ടത്, ഞാൻ മലയാളി അല്ല, ഐ എം ഫ്രം തമിഴ്നാട്. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 4 years എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ശീലം ഓൾറെഡി ഉണ്ട്. സോ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഒരു നല്ല ന്യൂസ് പേപ്പറാണ് IAS സിവിൽ സർവീസ് എക്സാമിൽ ആവശ്യമായ ഫസ്റ്റ് ടൂൾ. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ദ ഹിന്ദു ന്യൂസ് പേപ്പർ.
ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹിന്ദു ന്യൂസ് പേപ്പർ ആണ്, ഒരു പേര് ഹിന്ദു ആണ്, ബട്ട് ഇറ്റ് ഇസ് ലൈക്ക് എ ബൈബിൾ, ഇറ്റ് ഇസ് ലൈക്ക് എ ഗോസ്പൽ ഫോർ ഓൾ സിവിൽ സർവീസ് ആസ്പിറൻസ്. എല്ലാവരും തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പത്രമാണ്. നിങ്ങൾ ചോദിക്കാം, എനിക്ക് മലയാള മനോരമയും മാതൃഭൂമിയും അതുപോലെ നല്ല മലയാളം പേപ്പർ വായിച്ചാൽ മതിയല്ലേ? തീർച്ചയായിട്ടും മലയാളത്തിൽ നല്ല ഏത് ഭാഷയെക്കാട്ടിലും നല്ല ന്യൂസ് പേപ്പേഴ്സ് ഉള്ള ഭാഷയാണ് മലയാളം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ബ്രോഡ് വ്യൂ, കൂടുതൽ ലോക്കലൈസ്ഡ് വ്യൂ ഇല്ലാതെ കൂടുതൽ ഇന്റർനാഷണൽ വ്യൂസ് വേണ്ടിയും ഒരു നല്ല ഒരു ലാംഗ്വേജിന് വേണ്ടിയും ഹിന്ദു പേപ്പർ പഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വേറെ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഈ ഒപ്പീനിയൻ പലരും അംഗീകരിക്കുമായിരിക്കും, എന്നെ പോലെ IAS പാസ് ചെയ്ത പലരും അംഗീകരിക്കാവുന്ന ഒരു ഒപ്പീനിയൻ ആണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. പക്ഷെ നോർമലി ഒരാൾ പഠിക്കുന്നത് പോലെയാണോ ഈ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്? ഈ സിവിൽ സർവീസ് എക്സാമിന് ഇതൊരു എന്ത് പറയാ, ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയാണ് ആയി പോകുന്നത് ഈ ന്യൂസ് പേപ്പർ. സോ ഇതിൽ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് എങ്ങനെ, അത് എല്ലാവർക്കും അറിയണം. സിവിൽ സർവീസ് എക്സാമിന് പഠിക്കാൻ പോകുന്ന ഒவ்வொரு സ്റ്റുഡൻറ്റുക്കും അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹൗ ടു സ്റ്റഡി എ ന്യൂസ് പേപ്പർ. സോ അതിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അറിയാം ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് പേജ് ഉണ്ടാവും, എഡിറ്റോറിയലിന് ഒരു പേജ് ഉണ്ടാവും, കറക്റ്റ്? സോ ഫസ്റ്റ് പേജിൽ എന്തുണ്ടാവും മീൻസ്, ഇന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ന്യൂസ് തന്നെ പറയാം. ഇന്ന് ഇത്ര പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു, ഇന്ത്യയിൽ ഇത്ര പേർക്ക് സ്ഥിരീകരിച്ചു, ഈ സംസ്ഥാനത്തിൽ ഇത്ര പേര്, ഇതിൽ ആരെങ്കിലും മരിച്ചോ, അങ്ങനെ കൗണ്ട്സ് വരും. ഇതാണ് ഫസ്റ്റ് പേജ്. മിഡിൽ പേജ് എഡിറ്റോറിയൽ എന്ന് പറയും. ഈ സെഷൻ കേൾക്കുന്ന ഈ വേർഡ് ന്യൂസ് പേപ്പർ ശീലം ഇല്ലാതെ കുട്ടികൾക്ക് ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്, എഡിറ്റോറിയൽ പേജ് വായിക്കാൻ തുടങ്ങണം. ബിക്കോസ് എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് പേജിൽ കൊറോണ എത്ര പേർ സ്ഥിരീകരിച്ചു, ഇത്ര പേർ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് ഫസ്റ്റ് പേജ്. പക്ഷെ എഡിറ്റോറിയൽ പേജിലുള്ളത് നമ്മുടെ സംസ്ഥാനം കേരളയുടെ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ട്, അത് കറക്റ്റാണോ, ലോകം മൊത്തം മാതൃകയായിട്ടുള്ളതാണ് നമ്മുടെ കേരള മോഡൽ. സോ ആ മോഡൽ എങ്ങനെ വന്നതിന് എഡിറ്റോറിയലിൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ഒരു IAS ഓഫീസറായിട്ട്, ഒരു IPS ഓഫീസറായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫാക്ട്സ് അല്ല, അറിവെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഒപ്പീനിയൻസ് ആണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം, ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഒരു കളക്ടറായിട്ട് ഈ കൊറോണ പ്രശ്നം വന്നപ്പോൾ ഇത് എങ്ങനെ നേരിടും, അങ്ങനെ ഒരു ഓഫീസർ ചോദിച്ചാൽ, കൊറോണ വൈറസിന്റെ പേര് ഇതാണ്, കൊറോണ വൈറസ് ഇങ്ങനെ ഒരു എഫക്ട് ഉണ്ടാവും, ഇത് ചൈനാവിലാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ഒരു ഫാക്ട്സ് പറയാനല്ല ഒരു കളക്ടർ ഉള്ളത്. ഈ സമയത്ത് കൊറോണ ഇങ്ങനെ നേരിടാം, ഇങ്ങനെ പ്രതികരിക്കാം, ഒപ്പീനിയൻസ് പറയണം. ആ ഒപ്പീനിയൻസിന് നമുക്ക് നല്ല ഒപ്പീനിയൻസ് വായിക്കണം. കൂടുതൽ ഒപ്പീനിയൻസ് വായിച്ചാലേ നമുക്കൊരു നല്ല ഒപ്പീനിയൻ മൈൻഡിലുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജ് തീർച്ചയായിട്ടും ഒவ்வொரு സ്റ്റുഡൻറ്റും വായിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ, അതാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ അഡ്രസ് ചെയ്യാം. ഒരു ഓഫീസറിന്, ഒരു സിവിൽ സർവീസ് ഓഫീസറിന് ഏറ്റവും ആവശ്യമായ ഒരു ട്രേറ്റ്, ഒരു ഗുണം എന്താ, ഒരു ക്യാരക്ടർ ട്രേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുന്നതല്ല. എന്നെ പോലെ IAS പാസ് ചെയ്ത ഒത്തിരി ട്രെയിനീസിന്, IAS IPS ട്രെയിനീസിന് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സ് IAS ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ബഡ്ഗയാന്ന് പറഞ്ഞ് ഒരു IAS ഓഫീസർ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് ആൻ IAS ഓഫീസർ ഓർ IPS ഓഫീസർ IFS ഓഫീസർ നീഡ്സ്. അത് ഒരു നല്ല ചോദ്യമാണ്. ഞങ്ങളെല്ലാം കുറെ ആൻസേഴ്സ്, കുറെ ഓപ്ഷൻസ് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, എംപത്തി എന്ന് പറഞ്ഞു. എംപത്തി എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിളോട് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ അവരുടെ നിലയിൽ നിന്ന് കാണുക. സിമ്പത്തി അല്ല, എംപത്തി, കമ്പാഷൻ, പിന്നെ പങ്ക്ച്വാലിറ്റി ചിലർ പറഞ്ഞു, പിന്നെ ഗുഡ് നേച്ചർ, ഗുഡ് ഹ്യൂമൻ ബീങ്, ഹോണസ്റ്റി. പക്ഷെ അപ്പോൾ ബഡ്ഗയാൻ സാർ ഒന്ന് പറഞ്ഞു, ഓണസ്റ്റി, എംപത്തി ഇതെല്ലാം IAS ഓഫീസേഴ്സ്ക്ക് മാത്രം ആവശ്യമായ ഗുണങ്ങളല്ല, ഇതെല്ലാം നല്ല മനുഷ്യർക്കും ഉണ്ടാകേണ്ട ഗുണമാണ്. പക്ഷെ അതിനു വേണ്ടി അല്ല ശമ്പളം കൊടുക്കുന്നത് ഒരു IAS ഓഫീസർ, ഒരു IPS ഓഫീസർ. ഇതില് എനിക്ക് വയനാട്ടിൽ നിന്ന് എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഒരു ആ ആൻസർ എനിക്ക് പിന്നീടാണ് കിട്ടിയത്. എന്താണ് ആൻസർ? ഒരു 5 acres ഭൂമിയുണ്ട്. 5 acres ഭൂമി, ഒരു നല്ല ലാൻഡ് ഉണ്ട്. ആ ഭൂമി അത് ആദിവാസി ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു ഭൂമിയാണ്.
അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷൻ ഉള്ളത് അവിടെ ഉള്ള ഒരു 100 കുടുംബങ്ങൾക്ക് പ്ലോട്ട് ആയിട്ട് പിരിച്ച് ഒരു ചെറിയ 10 സെന്റ് ആയിട്ട് പിരിച്ച് എല്ലാവർക്കും വീട് കട്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ ആ 5 ഏക്കറിൽ ഒരു സ്കിൽ പാർക്ക്, ഒരു ആദിവാസി യുവാക്കൾക്ക് വേണ്ടി അവരുടെ ഒരു മെച്ചത്തിന് വേണ്ടി ഒരു സ്കിൽ പാർക്ക് തുടങ്ങും. സോ ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഒരു ഓഫീസർ മുന്നിലുള്ളത്. ഒന്ന് സ്കിൽ പാർക്ക്, മറ്റൊന്ന് ഈ 100 പേർക്ക് വീട് കെട്ടി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ എംപത്തി ഉണ്ട്, ഞാനൊരു എംപത്തി ഉള്ള ഓഫീസറാണ്, പക്ഷേ ഏതാണ് കറക്റ്റ്? ഇത് ചെയ്യാമോ ഇല്ലെങ്കിൽ ഇത് ചെയ്യാമോ? എംപത്തി, സിമ്പത്തി, പിന്നെ ഹോണസ്റ്റി, പങ്ക്ച്വാലിറ്റി, ഇതുപോലെ ട്രേഡ്സ് കാട്ടിലും ആ സമയത്ത് വേണ്ടി വരുന്ന ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് എന്താന്ന് ചോദിച്ചാൽ ഡെസിഷൻ മേക്കിംഗ് ആണ്. ഒരു IAS ഓഫീസറിന്, ഒരു IPS ഓഫീസറിന് ഏറ്റവും അത്യാവശ്യം ഫസ്റ്റ് ട്രേറ്റ്. ഇത് ഇല്ലെങ്കിൽ അവർ ഒരു നല്ല ഓഫീസറായി ഇരിക്കാൻ പറ്റില്ല. അതിന് പേരാണ് ഡെസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള കഴിവ്. ഒരു ഈ കൊറോണ സമയത്ത് നിങ്ങൾ കേരള മൊത്തം കാണുന്നത് നമ്മുടെ IAS ഓഫീസേഴ്സും എടുക്കുന്ന ആ ഡെസിഷൻ മേക്കിംഗ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ മാർച്ച് 7 കൊറോണ, ജനുവരിയിലെ ഫസ്റ്റ് 3 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു കേരളത്തിൽ. പിന്നെ അത് ശരിയായി ഫെബ്രുവരി 20 പിന്നെ മാർച്ച് 7 പത്തനംതിട്ട ജില്ലയിൽ പുതിയതായിട്ട് 6 കേസ് വരുന്നത്. ആ 6 കേസ് ഇറ്റലിയിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. പിന്നെ അവരോട് ഈ കോൺടാക്ട് ട്രേസിംഗ് എന്ന് പറയും. അവർ എവിടെല്ലാം പോയി ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ആ ഫാമിലി പ്രോപ്പറായിട്ട് സഹകരിച്ചിട്ടില്ല എന്നാണ് ഒരു പ്രോപ്പറായിട്ട് സഹകരിച്ചിട്ടില്ല. ആ സമയത്ത് അവിടുത്തെ കളക്ടർ PB നു IAS, എന്റെ സുഹൃത്താണ് PB നു IAS, അവർ ചെയ്ത കാര്യം ഞാൻ പറയാം. ഡെസിഷൻ മേക്കിംഗ്. ഫാമിലി ഫുള്ളായിട്ട് സഹകരിച്ചിട്ടില്ല, കോൺടാക്ട്സ് എല്ലാം പറയുന്നില്ല, എവിടെയെല്ലാം പോയി കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ അത് അത്യാവശ്യ ഡീറ്റെയിൽ ആണ്. ആ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാരെയും ട്രേസ് ചെയ്ത് എല്ലാരെയും ക്വാറന്റൈൻ ചെയ്യാൻ പറ്റൂ. കളക്ടർ എന്ത് ചെയ്തു? പെട്ടെന്ന് രാത്രി 12-1 മണിക്ക് എല്ലാ വർക്കും തുടങ്ങി. അടുത്ത ദിവസം തന്നെ കൺട്രോൾ റൂം സെറ്റപ്പ് ചെയ്തു. ജില്ല മൊത്തം കൺട്രോൾ റൂംസ്, വോളണ്ടിയേഴ്സ്, സന്നദ്ധ സേനയിൽ നിന്ന് വോളണ്ടിയേഴ്സ് സംഘടിപ്പിച്ച് കൺട്രോൾ റൂം സെറ്റപ്പ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ടെക്നോളജി യൂസ് ചെയ്ത് അവരുടെ ഫോൺ, ഈ 6 പേരുടെ ഫോൺ റെക്കോർഡ്സ് ട്രേസ് ചെയ്ത് എവിടെല്ലാം ഇവർ പോയിട്ടുണ്ടെന്ന് ട്രേസ് ചെയ്ത് അവിടുത്തെ TV റെക്കോർഡ്സ്, CCTV റെക്കോർഡ്സ് എല്ലാം എടുത്ത് അങ്ങനെ ട്രേസ് ചെയ്ത് 6 ദിവസത്തിൽ, ഇത് ഒരു റെക്കോർഡാണ്, ലോകത്തിൽ തന്നെ ഒരു മാതൃകയാണ്. ഒരു 5-6 ദിവസത്തിൽ 1400ഓളം ആളുകളെ കോൺടാക്ട്സ് ആയിട്ട് ട്രേസ് ചെയ്തു. സോ അവിടെ ഒരു IAS ഓഫീസർ, ഈ PB എന്ന് പറയുന്നത് ഒരു IAS ഓഫീസറാണ്. അവർ അവിടെ എടുത്ത തീരുമാനം, ഒരു ഡെസിഷൻ മേക്കിംഗ്, ഇതാണ് എന്റെ തീരുമാനം, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എനിക്ക് വേണ്ടിയത് എന്താ, എനിക്ക് എല്ലാ കോൺടാക്ട്സും ട്രേസ് ചെയ്യണം, അതിന് ഞാൻ എന്ത് ഡെസിഷൻ എടുക്കും എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോയി 1300 പേരെയും ട്രേസ് ചെയ്ത് പിന്നെ എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്ത് എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് പിന്നെ എല്ലാവരും പ്രോപ്പറായിട്ട് ക്യൂറായി പത്തനംതിട്ട കോവിഡ് മുക്ത ജില്ലയായി. ഇപ്പോൾ അഗെയിൻ റിട്ടേണീസ് വരുന്നുണ്ട്, അത് കേസ് വരും, അത് വേറെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഓഫീസറുടെ ഡെസിഷൻ മേക്കിംഗ് എങ്ങനെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ യൂസ് ആയി ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു സിനിമ എക്സാമ്പിൾ കൂടി പറയാം. ഫോറിൻ സർവീസ് ഓഫീസർക്ക് നമുക്ക് മലയാളത്തിൽ ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടത്, സിനിമയിൽ ഞാൻ കണ്ടത്, ഉയരയിൽ ഒരു സിനിമ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? an actor called ഫഹദ് ഫാസിൽ. അവർ എടുക്കുന്ന ഒരു ഡെസിഷൻ എത്ര ജീവനുകളെ രക്ഷിക്കുന്നുണ്ട്, എത്ര നർസസുടെ ജീവനുകളെ രക്ഷിക്കുന്നുണ്ട് നിങ്ങൾ കാണാം. സോ ഞാൻ ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നത് മീൻസ്, ഒരു സിവിൽ സർവീസസ് എക്സാമിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജസ്റ്റ് ഫാക്ട്സ്, ജസ്റ്റ് നോളജ് മാത്രം പോരാ. കുറെ അഭിപ്രായങ്ങളും കുറെ ഡെസിഷൻ മേക്കിങ്ങും. ഏത് കുറിച്ച് ചോദിച്ചാലും ഡിമോണിറ്റൈസേഷൻ കുറിച്ച് ചോദിച്ചാൽ ഡിമോണിറ്റൈസേഷൻ എന്താണ് പറയുന്നതല്ല ഒരു ഓഫീസർ, ഡിമോണിറ്റൈസേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതാണ് ഒരു നല്ല ഓഫീസർ. സോ അത് ഓർത്ത് അത് എന്ത് പറയാം, അത് ഫ്രം ബൈ ബർത്ത് വരുന്ന ഒരു ട്രേറ്റ് അല്ല, അത് ട്രെയിൻ ചെയ്ത് എടുക്കണം. യു ഹാവ് ടു ട്രെയിൻ യുവർ സെൽഫ്. അതിനു വേണ്ടിയുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് ഞാൻ പറഞ്ഞതുപോലെ നല്ല നല്ല ന്യൂസ് പേപ്പേഴ്സിലുള്ള നല്ല നല്ല കോളംസ്. നിങ്ങൾ എല്ലാവർക്കും ശശി തരൂറിനെ അറിയാം. മിസ്റ്റർ ശശി തരൂർ നമ്മുടെ ട്രിവാൻഡ്രം ഒരു MP ആണ്. അങ്ങനെ അതാണ് അവരുടെ ഒരു പബ്ലിക് ഫേസ്. ബട്ട് ഹീസ് എൻ എക്സലന്റ് റൈറ്റർ. ഈ കാണുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നല്ല നല്ല ന്യൂസ് പേപ്പർ അല്ലാതെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും. ശശി തരൂർ എഴുതിയ പുസ്തകങ്ങൾ, ശശി തരൂർ എഴുതുന്ന കോളംസ്. ഞാൻ ശശി തരൂർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. രാമചന്ദ്ര ഗുഹ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. രാമചന്ദ്ര ഗുഹ,
ശശി തരൂർ, അമർത്യ സെൻ ഇവരെല്ലാം എഴുതിയ പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു ബ്രോഡ് പെർസ്പെക്റ്റീവ് വരും. സ്കൂൾ ബുക്സ് മാത്രമല്ല, അത് നമ്മളെല്ലാവരും സ്കൂൾ ബുക്സും കോളേജ് ബുക്സും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 6 ലക്ഷം പേര് എഴുതുന്നുണ്ട്. 6 ലക്ഷം പേര് എഴുതുമ്പോൾ 6 ലക്ഷം പേരും സെയിം ബുക്കേ പഠിക്കും, സെയിം സ്റ്റാൻഡേർഡ് ബുക്സേ പഠിക്കും. ഒരു എക്സാമിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില ബുക്സ് മാത്രമേ എല്ലാവരും വായിക്കും. പിന്നെ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ് ഫ്രം ദ റെസ്റ്റ്? ബാക്കി എല്ലാവരും നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യസ്തപ്പെടുത്തുന്നതിന് വെച്ചാൽ ഇതുപോലെ നല്ല ബുക്സും നല്ല ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കേൾക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും തീർച്ചയായിട്ടും ശശി തരൂരുടെ ഫാക്ട്സ് ഇൻഡിക്ക എന്ന ഒരു ബുക്കുണ്ട്, കുറെ നല്ല എസ്സേസ് ഉള്ള ഒരു ബുക്കാണ്. അതുപോലെ അമർത്യ സെന്നുടെ അൺസർട്ടൈൻ ഗ്ലോറി എന്ന ഒരു ബുക്കുണ്ട്. നമ്മൾ എല്ലാവരും ലോകം തന്നെ മാതൃകയായിട്ട് നോക്കുന്ന കേരള മോഡലെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് അൺസർട്ടൈൻ ഗ്ലോറി. പിന്നെ അതുപോലെ രാമചന്ദ്ര ഗുഹ അവരുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഒരു ബുക്കുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം സ്കൂൾ കോളേജ് ടൈമിൽ പഠിച്ചിട്ടാണ് ഞാൻ IAS എക്സാം പഠിക്കാൻ തുടങ്ങിയത്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ വായന ഉള്ളപ്പോൾ കൂടുതൽ ബ്രോഡ് പെർസ്പെക്റ്റീവ് ആവും. ആ ബ്രോഡ് പെർസ്പെക്റ്റീവ് എക്സാമിന് മാത്രമല്ല, പിന്നീട് നമ്മുടെ IAS IPS IFS കരിയറിലും അത് തീർച്ചയായിട്ടും യൂസ് ആവും. സോ ന്യൂസ് പേപ്പറുകൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളത് എന്താ? പിന്നെ ഉള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ എനിക്ക് പറയാനുള്ളത്, IAS IPS ഈ സിവിൽ സർവീസസ് എക്സാം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് 6 ലക്ഷം പേര് എഴുതി 1000 പേർ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. ബിക്കോസ് ന്യൂസ് പേപ്പർ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് ന്യൂസ് പേപ്പർ പഠിക്കുന്നവർ എത്രയോ പേരുണ്ട്. ന്യൂസ് പേപ്പർ പഠിക്കുന്നത് ഒന്നും ബുദ്ധിമുട്ടല്ല. പിന്നെ ന്യൂസ് പേപ്പർ അല്ലാതെ നെക്സ്റ്റ് ഒവ്വൊരു സിവിൽ സർവീസ് ആസ്പിറന്റും പഠിക്കേണ്ടത് സ്കൂൾ ബുക്സ് ആണ്. ഒരു ഇത്ര ടഫാണ് എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സ്കൂൾ ബുക്സ് പഠിക്കണമെന്നാണ്. ഇറ്റ് സൗണ്ട് സോ സിമ്പിൾ. NCERT ബുക്സ്, നമ്മുടെ NCERT CBSE പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള NCERT ബുക്സ്, ആ സബ്ജക്ട്സും ഞാൻ പറയാം. ഹിസ്റ്ററി, ജിയോഗ്രഫി, പിന്നെ സൊസൈറ്റി, എക്കണോമിക്സ്, ദെൻ സയൻസ്, ദെൻ മാത്സ്. ഇതുപോലെ ബേസിക് സബ്ജക്ട്സിലുള്ള പുസ്തകങ്ങൾ 8th സ്റ്റാൻഡേർഡ് നിന്ന് 12th സ്റ്റാൻഡേർഡ് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ബിക്കോസ് സ്കൂൾ ബുക്സ് പഠിക്കാൻ ഒരു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ സ്കൂൾ ബുക്സ് വായിക്കണം. സോ ഇതാണ് സെക്കൻഡ് അപ്രോച്ച്. ന്യൂസ് പേപ്പർ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്കൂൾ ബുക്സ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മൂന്നാമത്താണ് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രിലിമിനറി എക്സാം ശരിക്കും മെയ് ജൂൺ മാസം നടക്കും. ഈ പ്രാവശ്യം അത് മെയ് മാസം നടക്കുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ കൊറോണ പാൻഡമിക് ഉള്ള സാഹചര്യത്തിൽ അത് മാറ്റിവെച്ചിട്ടുണ്ട്. ചിലത് എപ്പോൾ നടക്കും, പുതിയ ഡേറ്റ് അവർ അറിയിക്കും. പക്ഷെ യൂഷ്വലി മെയ് ജൂൺ മാസം പ്രിലിംസ് നടക്കും. ഈ പ്രിലിംസിൽ 2 പേപ്പറാണ് ഉള്ളത്. ഫസ്റ്റ് പേപ്പർ ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ് പേപ്പറാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്. രണ്ടാമത്തെ പേപ്പർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിക് മാത്സ്, ബേസിക് ഇംഗ്ലീഷ് എല്ലാം ഉള്ളതാണ്. എനിക്കിതിൽ പറയാനുള്ളത് പേപ്പർ 1 ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. NREG നിങ്ങൾ എല്ലാവർക്കും തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ സ്കീം 2005 വന്നതാണ്. ഈ സ്കീമില് നമ്മൾ ഈ എക്സാമിന് പഠിക്കുമ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഇത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. എന്റെ ഫ്രണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു. NREG കുറിച്ച് അറിയാതെ അറിയാതെ ഫാക്ട്സേ ഇല്ല എന്റെ ഫ്രണ്ടിന്. എല്ലാം അറിയാം. NREGയില് എത്ര കോമ്പണൻസ് ഉണ്ട്, എത്ര പൈസ കൊടുക്കും, എങ്ങനെ കൊടുക്കും, അക്കൗണ്ടിൽ കൊടുക്കുമോ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണോ, പിന്നെ എല്ലാ കാര്യങ്ങളും ഏത് സ്റ്റേറ്റ് ആണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റ് ആണ് വർസ്റ്റ്, ഇങ്ങനെ ഒത്തിരി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം എക്സാമിൽ NREGയെ കുറിച്ച് ചോദിച്ചത് NREG ആർക്ക് വേണ്ടിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് poor female members, weaker sections of the society, any rural family, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു സംശയം ഉണ്ടായി എന്റെ ഫ്രണ്ടിന്. NREGയെ കുറിച്ച് ഒത്തിരി പഠിച്ച എന്റെ ഫ്രണ്ടിന് NREG ആർക്ക് വേണ്ടിയും ചോദിച്ച ഒരു ചോദ്യത്തിന് സംശയം വന്നു. സോ ആൻസർ എന്ന് പറഞ്ഞാൽ NREG is for anyone in rural. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയനാട് ജില്ല എന്ന് എടുത്താൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ NREG വരില്ല, ബിക്കോസ് അത് മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത്, ഫോർ എക്സാമ്പിൾ തിരുനെല്ലി പഞ്ചായത്തിൽ എല്ലാവർക്കും NREG എലിജിബിൾ ആണ്, അർഹത ഉള്ളവർ. ഇത് വളരെ
സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ എന്റെ ഫ്രണ്ടിന് ആൻസർ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഏറ്റവും ബേസിക് ആയ കാര്യം എന്ന് പറയുന്ന ആർക്കാണ് NREGN ക്വസ്റ്റ്യൻ ഒരു ബേസിക് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല. സോ പഠിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ പഠിക്കുമ്പോഴും സ്കൂൾ ബുക്സ് പഠിക്കുമ്പോഴും ബേസിക് കോൺസെപ്റ്റിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സിവിൽ സർവീസസ് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും. സോ ഇതാണ് പ്രിലിംസ്. പ്രിലിംസ് പാസ് ചെയ്താൽ 200 മാർക്ക്. പേപ്പർ 1 200 മാർക്കാണ്. പേപ്പർ 2 ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് എന്താന്ന് ഞാൻ പറയാം. ബേസിക്കലി ഈ പേപ്പർ 1ൽ 200 മാർക്കിന് എത്ര എടുക്കുന്നുണ്ടോ, ഫോർ എക്സാമ്പിൾ 120, അതാണ് നമ്മുടെ മാർക്ക്. പേപ്പർ 2വില് 33% എടുത്താൽ മതി. 100% എടുത്താലും സെയിം ആണ്, 34% എടുത്താലും സെയിം ആണ്. 33% എടുത്താൽ യു ഹാവ് ക്ലിയർഡ് ദ പേപ്പർ 2. അതാണ് ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. സോ പേപ്പർ 2 ഇസ് ക്വാളിഫയിങ്, പേപ്പർ 1 ഇസ് ഫോർ മെറിറ്റ്. പേപ്പർ 2വിൽ 33% എടുത്തിട്ട് പേപ്പർ 1ൽ എത്ര മാർക്ക് എടുക്കുന്നുണ്ടോ അത് വെച്ചാണ് മെയിൻസ് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എത്ര മാർക്ക് എടുക്കണം. സോ ഇതിലാണ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ 100ക്ക് 100 എടുക്കണമെന്ന് ആവശ്യമില്ല, അടുത്തുള്ള ആളെക്കാട്ടിൽ ഒരു മാർക്ക് കൂടുതൽ എടുത്താൽ മതി. സോ ഫോർ എക്സാമ്പിൾ 2020 IAS എക്സാമില് UPSCക്ക് 1000 പേരെയാണ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു 14,000 പേര് പ്രിലിംസിൽ പാസ് ചെയ്യും. സോ ഫസ്റ്റ് 14,000 പേര് എത്ര മാർക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, റാങ്ക് ലിസ്റ്റ് എടുക്കും. ഫസ്റ്റ് 14,000 പേര് പാസ്, അവരെല്ലാം മെയിൻസ് എക്സാം എഴുതാൻ പോകും. സോ നെക്സ്റ്റ് ഉള്ളത് മെയിൻസ് എക്സാം. പ്രിലിംസിനും മെയിൻസ് എക്സാമിനും ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടാവും, 2-3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. മെയിൻസ് എക്സാമില് 7 പേപ്പറാണ് ഉള്ളത്. 4 GK പേപ്പർ, 4 GK പേപ്പർ, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൽ 2 പേപ്പർ, പിന്നെ ഒരു essay പേപ്പർ. 7 പേപ്പറാണ് മെറിറ്റ്. പ്രിലിംസിൽ എങ്ങനെ ഒരു ക്വാളിഫയിങ് പേപ്പർ ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻസിലും 2 ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷ് പേപ്പർ, ഇന്നൊന്ന് ലോക്കൽ ലാംഗ്വേജ്. കൂടുതൽ മലയാളീസ് ആണ് ഇപ്പോൾ ഈ സെഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അത് മലയാളമായിരിക്കും. ഞാൻ എഴുതിയത് തമിഴാണ്. സോ 2 ക്വാളിഫയിങ് പേപ്പർ, 7 മെറിറ്റ് പേപ്പർ, 4 GK പേപ്പർ. പ്രിലിംസിനും മെയിൻസിനും ഉള്ള ഡിഫറൻസ്, പ്രിലിംസ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറാണ്, OMR ഷീറ്റിൽ എഴുതും. മെയിൻസിൽ പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പറാണ്, പക്കമായിട്ട് എഴുതണം. ഒவ்வொரு എക്സാമിലും 50-60 പക്കം എഴുതിയ ഓർമ്മയെല്ലാം എനിക്ക്. സോ ഇതിലാണ് ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് പേപ്പർ, സ്കൂൾ ബുക്സ്, മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പില്ലർ എന്ന് പറയുന്നത് ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. UPSC സിവിൽ സർവീസ് എക്സാമിൽ ഒരു മോർ ദാൻ 20 ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്, 25-26 ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് ഇഷ്ടമായ ഓപ്ഷണൽ നോക്കിയിട്ട് ഒന്ന് ചൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഡിഗ്രി സബ്ജക്ട് തന്നെ ആയിരിക്കണം എന്നില്ല, എന്ത് വേണമെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് പൊളിറ്റിക്കൽ സയൻസിനൊരു ഓപ്ഷനാണ്. ഇലക്ട്രോണിക്സിനും പൊളിറ്റിക്സിനും ഒരു ബന്ധമില്ല, പക്ഷെ എനിക്ക് പൊളിറ്റിക്സ് താല്പര്യം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഈ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷനാണ് എടുത്തത്. സോ തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സിവിൽ സർവീസ് എക്സാം ഇസ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷണൽ സബ്ജക്ട്. ശരിയായ ഒരു ഓപ്ഷണൽ സബ്ജക്ട് എടുത്താൽ മാത്രമേ നമ്മൾ പാസ് ചെയ്യാൻ പറ്റൂ. എന്ത് പഠിച്ചും കാര്യമില്ല, ഒരു നല്ല ഓപ്ഷണൽ സബ്ജക്ട് എടുത്താൽ മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ചെന്നൈ, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചു ഞാൻ പറയുന്നത്, ചെന്നൈയിൽ ഒത്തിരി സ്റ്റുഡൻസ് ഈ അക്കാഡമി, കുറെ നല്ല IAS അക്കാഡമീസ് എല്ലാം ഉണ്ട്. സോ ഈ അക്കാഡമിയിൽ ജോഗ്രഫി നന്നായിട്ട് പഠിപ്പിക്കും, അതുകൊണ്ട് ഞാൻ ജോഗ്രഫി എടുക്കാമെന്ന് എടുത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. നമുക്ക് ഏത് ഇഷ്ടമാണോ, നമുക്ക് ഏത് സബ്ജക്ട് ഇഷ്ടമാണോ ആ സബ്ജക്ട് എടുത്ത് അതിൽ നല്ല ഒരു എക്സ്പെർട്ടൈസ് നേടി അതിൽ പഠിക്കണം. സോ അങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എടുത്തത്. അങ്ങനെ ചിലർക്ക് ജോഗ്രഫി താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഹിസ്റ്ററി താല്പര്യം ഉണ്ടാവും. ഇതിൽ എനിക്ക് പറയാനുള്ളത് മോസ്റ്റ് പോപ്പുലർ സബ്ജക്ട്സ് ഒരു 6 പേര് പറയാം. ഇത് തന്നെ നിങ്ങൾ എടുക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ എന്റെ ഒപ്പീനിയനിൽ കൂടുതൽ ആളുകൾ പാസ് ചെയ്യുന്ന 6 സബ്ജക്ട്സ് ഉണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ആന്ത്രപ്പോളജി. 7 വെക്കാം. ആന്ത്രപ്പോളജി, പിന്നെ റീജിയണൽ ലിറ്ററേച്ചർ. റീജിയണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മലയാളിസ്ക്ക് അത് മലയാളം ലിറ്ററേച്ചർ, തമിഴ് ആളുകൾക്ക് അത് തമിഴ് ലിറ്ററേച്ചർ. സോ 7 ഓപ്ഷണൽ സബ്ജക്ട്സ്, നല്ല ഓപ്ഷണൽ സബ്ജക്ട്സ്. നല്ലെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ്, പക്ഷെ കൂടുതൽ ആളുകൾ ഈ ട്രെൻഡ് നോക്കുമ്പോൾ, കൂടുതൽ പാസ് ചെയ്ത് നോക്കുമ്പോൾ ഈ 7 സബ്ജക്ട്സ് ആണ് ഏറ്റവും പോപ്പുലർ. അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം: ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ആന്ത്രപ്പോളജി ആൻഡ്
റീജിയണൽ ലിറ്ററേച്ചർ. അഗെയിൻ റീട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ 7 എടുക്കണമെന്നില്ല. ഇതല്ലാതെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് സിലബസ് നോക്കി മാത്തമാറ്റിക്സ് താല്പര്യം ഉണ്ടെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഈ 7 സബ്ജക്ട് പറയാനുള്ള കാരണം കൂടുതൽ മെറ്റീരിയൽസും കൂടുതൽ ഗൈഡൻസും കൂടുതൽ സപ്പോർട്ടും ആൻഡ് റിസൾട്ട്സും കഴിഞ്ഞ 30-40 വർഷങ്ങളായിട്ട് റിസൾട്ട് നോക്കുമ്പോഴും കൂടുതൽ ഉള്ളത് ഈ 7 സബ്ജക്ട്സ് കാണും. സോ ഇതാണ് ഓപ്ഷണൽ സബ്ജക്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ 4 ജനറൽ നോളജ് പേപ്പർ ഞാൻ പറഞ്ഞു. അതിൽ ഒരു പേപ്പർ എത്തിക്സ് എന്ന് പറയും. എത്തിക്സ് പറഞ്ഞാൽ എങ്ങനെ ഒരു നല്ല ഓഫീസർ ആയിരിക്കും ടെസ്റ്റ് ചെയ്യേണ്ടേ. അറിവ് മാത്രം പോരല്ലോ. ഒരു IAS ഒരു IPS ഓഫീസർ എങ്ങനെ തീരുമാനം എടുക്കും, നല്ല തീരുമാനങ്ങളായിരിക്കും, എത്തിക്കലായിട്ട് എങ്ങനെ പെരുമാറും, എത്തിക്കലായിട്ട് എങ്ങനെ അവരുടെ ബിഹേവിയറും ഡെസിഷൻ മേക്കിങ്ങും ഉണ്ടാകും ചെക്ക് ചെയ്യുന്ന ഒരു പേപ്പറാണ് പേപ്പർ 4 എത്തിക്സ്. സോ ആ എത്തിക്സ് പേപ്പർ 4ാമത്തെ പേപ്പറാണ്. അതല്ലാതെ SA പേപ്പർ. SA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. SA എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് കൊടുക്കും, അതിൽ ഒരു ലോങ് എസ്സേ, ഒരു 1500-2000 വാക്കുകളിൽ നമ്മൾ എഴുതേണ്ടി വരും. സോ ഇതാണ് മെയിൻസ് പ്രോസസ്. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. ഇപ്പോൾ പ്രിലിംസ് മാർക്ക് മെയിൻസിന് ക്വാളിഫൈ ആകാൻ മാത്രമേ യൂസ് ആവും. പിന്നെ പ്രിലിംസ് മാർക്ക് യൂസ് ഇല്ല. പ്രിലിംസ് ഇസ് ഫോർ ക്വാളിഫൈങ് ടു മെയിൻസ്. പിന്നെ മെയിൻസിലെ മെയിൻസ് മൊത്തം 1750 മാർക്കാണ് മെയിൻസ് നടക്കുന്നത്. സോ ഈ മെയിൻസ് എക്സാമില് എത്ര, അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ 1750 എത്ര എടുക്കണം ഒന്നുമില്ല, ബാക്കിയുള്ളവരെ കാട്ടിലും എടുത്ത് ടോപ്പിൽ നിന്നാ മതി. സോ അങ്ങനെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ത്യയിൽ 77th റാങ്ക് എടുത്ത ഒരാളാണ്. ഞാൻ 2000 മാർക്കിന് 900 മാർക്ക് എടുത്തിട്ടുണ്ട്. 50% പോലും എടുക്കാതെ ഒരു വ്യക്തിയാണ് ഞാനാണ് ഇന്ത്യയിൽ 77th റാങ്ക്. ഇതിന്റെ കാരണം അത്രയാണ് എക്സാമിൽ മാർക്ക് ഇടുന്നുള്ളൂ. അത്ര ടഫ് മാർക്കിംഗ് സിസ്റ്റം അത്ര ടഫാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇത്ര മാർക്ക് എടുക്കണം ഒന്നും ഇല്ലാന്ന് ഒരു പറയാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. ഇറ്റ് ഡസൻ മാറ്റർ എത്ര 100 ഔട്ട് ഓഫ് 100 എല്ലാം ഇതിൽ എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരെക്കാട്ടിൽ നല്ല മാർക്ക് എടുത്താൽ മതി. ഇനിയുള്ളതാണ് ഇന്റർവ്യൂ സ്റ്റേജ്. ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട് കുട്ടികൾ, സ്റ്റുഡൻസ് കൂടുതൽ. ഞാൻ കാലിക്കറ്റിലും വയനാട്ടിലും ട്രിവാൻഡ്രത്തിലും സിവിൽ സർവീസ് അക്കാഡമിയിലും കൂടുതൽ പോകുമ്പോൾ, പല അക്കാഡമികളിൽ പോകുമ്പോൾ എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് ഇന്റർവ്യൂ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. പ്രിലിംസ് മെയിൻസ് ആണ് നമ്മുടെ അറിവെയും നമ്മുടെ ഫുൾ ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും UPSC വെച്ചിട്ടുള്ള പേര് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മനസ്സിലായി നമ്മുടെ പേഴ്സണാലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഒരു എക്സാമിന് വേണ്ടി മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ പാരന്റിങ്, നമ്മുടെ സ്കൂളിങ്, നമ്മുടെ കോളേജിൽ മോൾഡ് ചെയ്തതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അത് ഒരു എക്സാമിന്, ഒരു സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി അത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് ഫോർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് ഫോർ എവാലുവേറ്റിംഗ് ദ പേഴ്സണാലിറ്റി. ഞാൻ കണ്ടവരെ, എൻ്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടവരെ പ്രിലിംസിലും മെയിൻസിലും ആൻസർ അറിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിംഗ് വെദർ യു നോ ദ ആൻസർ. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഞാൻ കണ്ടവരെ ആൻസർ അറിയുന്നില്ലെങ്കിലും ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ, ഹൗ ഇസ് യുവർ ബോഡി ലാംഗ്വേജ്, ഹൗ ഡു യു റിയാക്ട്, അതെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ മെയിൻസിൽ 1750 മാർക്ക്, ഇന്റർവ്യൂവിൽ 275 മാർക്ക്, മൊത്തം 2025 മാർക്സിനാണ് റാങ്ക് ഇടുന്നത്. ഇതിൽ ടോപ്പ് വരുന്ന 1000 പേരാണ് സിവിൽ സർവീസസ് പാസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കാം. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് IPS ആണ് താല്പര്യം, ഞാൻ IPS ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. എനിക്ക് IAS ആണ് താല്പര്യം, ഞാൻ IAS ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. അതുപോലെ IFS ഫോറിൻ സർവീസ് ആണ് എനിക്ക് താല്പര്യമെങ്കിൽ അതും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. സോ ഇങ്ങനെയാണ് പ്രിഫറൻസ് പ്രകാരം. പിന്നെ വേക്കൻസി പ്രകാരം ഒவ்வொரு വർഷവും പല ഡിപ്പാർട്ട്മെന്റ്സും അവരുടെ വേക്കൻസിയെ UPSC അറിയിക്കും. അത് വെച്ചാണ് എക്സാം നടക്കുന്നത്. സോ ഇതാണ് 3 സ്റ്റേജ്. ഞാൻ പറഞ്ഞതുപോലെ പ്രിലിംസിന് നന്നായിട്ട് പഠിക്കണം, യു ഷുഡ് റീഡ് വെൽ. മെയിൻസിന് യു ഷുഡ് റൈറ്റ് വെൽ. ജസ്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് നന്നായിട്ട് എഴുതണം, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ സ്റ്റേജ് നന്നായിട്ട് സംസാരിക്കണം. സോ റീഡ് വെൽ, write well, speak well. These are the 3 pillars of civil service exam preparation. എനിക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പറയാനുള്ള ചില പോയിന്റ്സ് ഞാൻ പറയാം. ഞാൻ എക്സ്ട്രാ ബുക്സ് കുറിച്ച് പറഞ്ഞു. എക്സ്ട്രാ ബുക്സ് ആയിട്ട് ഞാൻ ഒരു 3 ബുക്സ് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് വെബ്സൈറ്റ്സ്, ചില നല്ല വെബ്സൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ
ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ അത് ന്യൂസ് പേപ്പറിൽ ഡെയിലി ഫോളോ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ന്യൂസ് പേപ്പറിൽ ചിലപ്പോൾ എല്ലാ കൺട്രിയിലും നടക്കുന്ന ന്യൂസ് വരുമായിരിക്കും. ചിലപ്പോൾ ബ്രസീലിൽ ഒന്ന് നടക്കും, ചിലപ്പോൾ ജപ്പാനിൽ ഒന്ന് നടക്കും, യൂറോപ്പിൽ ഒന്ന്, കാനഡയിൽ ഒന്ന്, എല്ലാം പഠിക്കാൻ പ്രയാസമായി ഉണ്ടെങ്കിൽ BBC போல ஒரு வெப்சைட் പഠിക്കും. BBC போல ഒരു നല്ല വെബ്സൈറ്റിൽ ഞാൻ ഗൂഗിൾ, നിങ്ങൾ എല്ലാവരും എല്ലാ സ്റ്റുഡൻസും എപ്പോഴും റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഗൂഗിൾ. ഗൂഗിളിൽ പോയിട്ട് BBC എന്ന് അടിച്ച് സെർച്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനെല്ലാം അങ്ങനെയാണ് പഠിച്ചത്. 2014 എക്സാം നടക്കുമ്പോൾ അപ്പോൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിരുന്നത് US ഇറാൻ ന്യൂക്ലിയർ ഡീൽ. സോ US ഇറാൻ ന്യൂക്ലിയർ ഡീൽ കുറിച്ച് ന്യൂസ് പേപ്പറിൽ എനിക്ക് പഠിക്കാൻ കുറച്ച് വിട്ടുപോയി. പിന്നെ ഞാൻ ഗൂഗിളിൽ പോയിട്ട് BBC US ഇറാൻ ന്യൂക്ലിയർ ഡീൽ അടിച്ചാൽ അതേക്കുറിച്ച് സിമ്പിൾ ആയിട്ട് ഒരു പേജിൽ ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ വരും. സോ ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. വളരെ വളരെ യൂസ്ഫുൾ വെബ്സൈറ്റ് ആണ്. നമ്മുടെ റെഗുലർ ന്യൂസ് പേപ്പർ ബുക്സ് അല്ലാതെ ഇമ്പോർട്ടന്റ് ഒരു വെബ്സൈറ്റ് ആണ് BBC. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ബുക്സ് നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാനോ, നിങ്ങൾ ഇന്റർനെറ്റിൽ, എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് insightsonindia.com എന്നൊരു വെബ്സൈറ്റ്. അതൊരു പ്രൈവറ്റ് വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ഫ്രീ ആണ്. ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യ, INSIGHTSON ഇന്ത്യ, ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യ.com. 2013 തുടങ്ങിയ ഒരു വെബ്സൈറ്റ് ആണ്. നല്ല കണ്ടന്റ് ഉണ്ട്, ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് ഉണ്ട്, ഏത് ബുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കണം ലിസ്റ്റ് ഉണ്ട്, കുറെ ടോപ്പേഴ്സുടെ ഒവ്വൊരു വർഷവും പാസ് ചെയ്യുന്ന ടോപ്പേഴ്സുടെ സ്ട്രാറ്റജി ഉണ്ട്. എനിക്ക് തോന്നുന്നു പല ടോപ്പേഴ്സുടെ സ്ട്രാറ്റജീസും അതിലുണ്ടാവും. അത് നമുക്ക് ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യ വെബ്സൈറ്റ് നമ്മൾ ഫോളോ ചെയ്യാം. സോ ഞാൻ ഇതുകുറിച്ചും പറഞ്ഞു. എല്ലാ സിവിൽ സർവീസ് എക്സാം പഠിക്കുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ഇമ്പോർട്ടൻസ് സംശയം, എത്ര മണിക്കൂർ പഠിക്കണം, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഇത് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്. പക്ഷെ ഇതിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഒന്നുമില്ല. ചിലർ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ പഠിച്ചിട്ട് പാസ് ചെയ്തവരുണ്ട്, 18 മണിക്കൂർ പഠിച്ചിട്ട് ഫെയിൽ ആയവരുണ്ട്. സോ ഇതാണ് ഒരു ഫോർമുല, ഇങ്ങനെയാണ് പഠിക്കണം. ഈ ടോപ്പർ ഇവർ ഫസ്റ്റ് റാങ്ക് എടുത്ത് ഇവർ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരു ഫോർമുലയും ഈ സിവിൽ സർവീസ് എക്സാമിൽ വർക്ക്ഔട്ട് ആവില്ല. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഐ വോണ്ട് ടു ടെൽ ടു ഓൾ ലിസണേഴ്സ്. ഇതിൽ ഒരു ഫോർമുല അല്ല. ഫോർ എക്സാമ്പിൾ രാഹുൽ ദ്രാവിഡ് 150 ബോളിൽ 100 അടിക്കും, ഷെവാഗ് 40 ബോളിൽ അടിക്കും. സോ എത്ര ബോളിൽ സെഞ്ചുറി അടിച്ചെന്ന് കാര്യമില്ല, സെഞ്ചുറി അടിക്കണം, അത്രയേ ഉള്ളൂ. സോ ഈ നമ്പർ ഓഫ് അവേഴ്സ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു. 2011-12 സമയത്ത് എപ്പോഴും തോന്നും നമ്മൾ 5 മണിക്കൂർ പഠിക്കണുള്ളൂ, പക്ഷെ എല്ലാവരും 12 മണിക്കൂർ പഠിക്കണം പറയുന്നുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യും? ഇങ്ങനെ എല്ലാവർക്കും ഈ സംശയം വരും. സോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഡൗട്ട് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഡൗട്ട്, എനിക്ക് ഇംഗ്ലീഷ് അത്ര വരില്ല. ഇംഗ്ലീഷിൽ ഞാൻ ഒരു എന്ത് പറയാം, കുറവാണ്. എൻ്റെ ഒരു സ്കിൽ ഇൻ ഇംഗ്ലീഷ് കുറവാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ എഴുതാതെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ, ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് തമിഴിൽ തന്നെ മൊത്തം എക്സാം എഴുതി പാസ് ചെയ്തവരുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഒരു ക്വാളിഫയിങ് പേപ്പർ ആണ്. ഒരു ബേസിക് ഇംഗ്ലീഷ് വേണ്ടി വരും. ബിക്കോസ് നമ്മുടെ ഗ്ലോബലൈസ്ഡ് വേൾഡിന് ഒരു ബേസിക് ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു പണ്ഡിത്വം, ഒരു എക്സ്പേർട്ട്, ഒരു സാഹിത്യം ഒന്നും വേണ്ട, ഒരു ബേസിക് ഇംഗ്ലീഷ് തീർച്ചയായിട്ടും മതി. ഞാൻ മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണ്. എനിക്ക് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടാണ് ഒരു മെന്റൽ ഒരു തടസ്സം വേണ്ട. തീർച്ചയായിട്ടും ബേസിക് ഇംഗ്ലീഷ് വെച്ചിട്ട്, വളരെ ബേസിക് ഇംഗ്ലീഷ് വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ എക്സാം എഴുതാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് ട്രെയിനിങ് കുറിച്ചാണ്. ട്രെയിനിങ് നടക്കുന്നത് മസൂറിയിലാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലാണ് ഇത് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഞാൻ IAS ആയതുകൊണ്ട് IAS കുറിച്ച് പറയുക. IPS ട്രെയിനിങ് ഹൈദരാബാദിൽ നടക്കും. പിന്നെ ഫോറിൻ സർവീസ് ട്രെയിനിങ് ഡൽഹിയിൽ നടക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടക്കും. IAS ട്രെയിനിങ് മസൂറിയിൽ നടന്നിട്ട് അസിസ്റ്റന്റ് കളക്ടറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ട് പിന്നെ സബ് കളക്ടറായിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് വരും. എനിക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഈ IAS നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു പോസ്റ്റ് കളക്ടറാണ്. പക്ഷെ IAS ഏറ്റവും താഴെയുള്ള ഒരു പോസ്റ്റ് കളക്ടറാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്ലിമെന്റർ. പക്ഷെ പോളിസി മേക്കിംഗ് തന്നെ, ലൈക്ക് കൊറോണ ഇങ്ങനെയാണ് പ്രതികരിക്കണം ഡിസൈഡ് ചെയ്യുന്നത് ഹെൽത്ത് സെക്രട്ടറിയാണ്. വിദേശത്തിൽ നിന്നുള്ള മലയാളികളെ എങ്ങനെ കൊണ്ടുവരണം എന്ന് പോളിസി ഉണ്ടാക്കുന്നത് നോർക്കയുടെ സെക്രട്ടറിയാണ്. സോ ഈ സെക്രട്ടറീസ്, പോളിസി മേക്കേഴ്സ്, അവര്
അതെക്കാട്ടിലും മുകളിലോ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഇവരെല്ലാം പോളിസി മേക്കേഴ്സ് ആണ്. സോ അതും IAS ഒരു കേരളത്തിലുള്ള ഒരു IAS ഓഫീസർ ഏറ്റവും മുകളിലുള്ള പോസ്റ്റ് ചീഫ് സെക്രട്ടറി ആണ്. സോ ഇത് ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഈ എക്സ്പോഷർ ഒരു ഗവൺമെന്റില് പോളിസി മേക്കിങ്ങിലും അതുപോലെ ഇംപ്ലിമെന്റേഷനിലും ഏറ്റവും അധിക റോൾ ഉള്ളത് IAS ഓഫീസേഴ്സിനും അതുപോലെ ലോ ആൻഡ് ഓർഡർ സെക്യൂരിറ്റി പെർസ്പെക്ടീവിൽ കൂടുതൽ റോൾ ഉള്ളത് IPS ഓഫീസേഴ്സിനുമാണ്. ഓഫീസേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഹൗ ദ സൊസൈറ്റി ഈസ് റൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് വിത്ത് ദ ലീഡർഷിപ്പ് ഓഫ് ഡെമോക്രറ്റി. ഇതൊരു ഡെമോക്രസിയാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ കൂടെയാണ് നമ്മൾ ഈ സിവിൽ സർവീസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 6 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമിൽ 1000 പേരെ പാസ് ചെയ്യും. ഇതിൽ ഞാൻ പഠിച്ചെന്ത് കാര്യം, എന്തായാലും ക്ലിയർ ചെയ്യില്ല എന്ന് ഒരു മൈൻഡിൽ ചിലപ്പോൾ തോന്നും. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു എക്സാം പഠിച്ചാൽ, ഈ ഒരു സിവിൽ സർവീസ് എക്സാം പഠിച്ചാൽ ഏത് എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ KAS വരുന്നുണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം വരുന്നുണ്ട്, വേറെ PSC എക്സാംസ് ഉണ്ട്, പല പോസ്റ്റുകളിലും PSC എക്സാംസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. എന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. 2015 IAS എക്സാം പാസ് ചെയ്തത്. ആ സമയം തന്നെ IAS എക്സാം പഠിച്ച അത് മാത്രം വെച്ചുകൊണ്ട് ഞാൻ ബാങ്ക്, ഇൻഷുറൻസ്, തമിഴ്നാട്ടിലുള്ള ഗ്രൂപ്പ് 2, കേരളത്തിലുള്ളതുപോലെ തമിഴ്നാട്ടിലുള്ള ഗ്രൂപ്പ് 2 എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. IAS എക്സാം പഠിക്കുന്നത് കൊണ്ട് IAS എക്സാം മാത്രമേ എഴുതാൻ പറ്റുന്നില്ല. ഗവൺമെന്റിലുള്ള ഏത് എക്സാം, SSC, സ്റ്റാഫ് സെലക്ഷൻ, എന്ത് എക്സാമുക്കും ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് വർക്ക് കൊടുക്കുന്ന ഒരു മോഡാണ് ഈ സിവിൽ സർവീസസ് എക്സാം പ്രിപ്പറേഷൻ. ഇനി ഒരു 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ അവസാനം എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ IAS ഈ സ്വപ്നം ആർക്ക് വേണമെങ്കിലും നേടാൻ പറ്റും. നമ്മൾ എല്ലാവർക്കും നേടാൻ പറ്റും എന്ന് പറയാൻ എനിക്ക് എന്റെ ബാച്ചിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്. എന്റെ ഫ്രണ്ട് ഊട്ടി നീൽഗിരീസ് ജില്ലയിലെ ചേരമ്പാടി ഒരു വില്ലേജിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ഒരു വില്ലേജ് ആണ്, അവിടെ ആണശല്യം കൂടുതലുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ കുറെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് പോലും ആണ കുത്തി മരിച്ചിട്ടുണ്ട്. അത്ര ഒരു ഡേഞ്ചറസ് ഏരിയ ആണ് അവർ ജീവിക്കുന്നത്. അവിടെ നിന്ന് സ്കൂൾ പോകണമെങ്കിൽ 2-3 കിലോമീറ്റർ നടക്കണം. ഒരു ചെറിയ ഒരു ട്രെക്ക് പോലെ കയറിയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ IAS കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടോട് പോയിട്ടുണ്ട്. സോ 2 കിലോമീറ്റർ നടന്നാണ് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ പഠിക്കാൻ ഗൂഡല്ലൂർ, അവിടെ ഹൈസ്കൂൾ ഇല്ല, ചേരമ്പാടി ഹൈസ്കൂൾ ഇല്ല. ഹൈസ്കൂൾ പഠിക്കാൻ ഗൂഡല്ലൂർ ഒരു സ്ഥലത്ത് പോയി പഠിക്കണം. അവിടെ പോയി പഠിച്ച് പിന്നെ അഗ്രികൾച്ചർ പഠിച്ചിട്ട് പിന്നെ എന്നെ പോലെ തന്നെ 2 പ്രാവശ്യം ഫെയിലായി. പിന്നെ IAS നേടി. പിന്നെ ട്രിവാൻഡ്രം സബ് കളക്ടർ ആയിരുന്നു, കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു, ട്രിവാൻഡ്രം സബ് കളക്ടർ ആയിരുന്നു. പിന്നെ ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ജനറൽ ആയിക്കൊണ്ട് ഇപ്പോൾ കൊറോണ ഡ്യൂട്ടിയിലും വാറമിലുള്ള എന്റെ ഫ്രണ്ട് ഇൻബശേഖരെ കുറിച്ച് ഞാൻ പറയുന്നത്, ഞാനെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് ഒരു ജീവിതം ജീവിച്ച ആളാണ്. പക്ഷെ ഇൻബശേഖർ പറയുന്നത് അത്ര ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മോട്ടിവേഷനോടും ഇൻസ്പിറേഷനോടും നന്നായിട്ട് പഠിച്ച് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി ഇൻബശേഖർ. നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ശ്രീധന്യ ഉണ്ട് ഒരു ഇൻസ്പിറേഷൻ. ഇങ്ങനെ ഈ ഇൻസ്പിറേഷൻസ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും നല്ല ഒരു ഹാർഡ് വർക്കും നല്ല കഠിന അധ്വാനവും നല്ല സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ എവർക്കും നേടാൻ പറ്റും ഈ സിവിൽ സർവീസസ് സ്വപ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. വി വിൽ ഹാവ് ദ ക്വസ്റ്റ്യൻസ് നൗ. സാറ് വളരെ നല്ല രീതിയിലുള്ള ഒരു സെഷനാണ് നമുക്ക് ഇന്ന് തന്നത്. വി ആർ വെരി താങ്ക്ഫുൾ ടു ഹാവ് യു വിത്ത് us ടുഡേ. എസ്പെഷ്യലി വയനാട്ടിൽ ഉള്ള എല്ലാ പാർട്ടിസിപ്പൻസ്, സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഈ സെഷൻസ് കേട്ടിരുന്നു. മോർ ദാൻ ഒരു 110 പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് നമ്മൾ വന്നു ഇതില്. സാർ വളരെ നല്ല നീറ്റ് ആയിട്ട് ഡീൽ ചെയ്തു. നമ്മുടെ എസ്പെഷ്യലി എനിക്ക് ക്രക്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒപ്പീനിയൻ മേക്കിങ്ങിന്റെ കാര്യം സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സാർ വളരെ നീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. ഹോപ്പ്ഫുള്ളി എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. ഒരു 20 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഒരു സ്നേഹ KJ എന്ന് പറഞ്ഞുള്ള ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിട്ടുള്ളത്, കേരള is far ahead of other states in terms of education, but very few are eligible for IAS from Kerala. What are we doing wrong?
അങ്ങനെ ഒന്നുമില്ല. അതൊരു മേ ബി സ്നേഹ കാണുന്നത് കേരളത്തിലുള്ള IAS ഓഫീസർ വെച്ചായിരിക്കും. നമ്മുടെ മലയാളി IAS ഓഫീസേഴ്സ് എല്ലാ സ്ഥലത്തിലും ഉണ്ട്. ത്രിപുരയിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, നാഗാലാൻഡിലുണ്ട്, തമിഴ്നാട്ടിൽ ഒത്തിരി. ഒന്ന് മനസ്സിലാക്കണം, ഈ IAS സിസ്റ്റത്തില് ഹോം സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എന്ത് പറയും, ഹോം കാർഡർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എനിക്ക് തമിഴ്നാട് കിട്ടിയില്ല. നല്ല റാങ്ക് കിട്ടിയും എനിക്ക് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയില്ല. ബിക്കോസ് 10 IAS സീറ്റ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റിന് 10 IAS സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 2-3 സീറ്റ് മാത്രമേ ആ സ്റ്റേറ്റിൽ ജനിച്ചവർക്ക് കിട്ടും. ബാക്കി സീറ്റ് എല്ലാം പുറത്തുള്ളവർക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ കൂടുതൽ എന്നെ പോലെ പുറത്തു നിന്ന് വരുന്ന IAS ഓഫീസേഴ്സ് കാണുന്നത്. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ കൂടുതൽ മലയാളി ഓഫീസേഴ്സ് ആണ് ഉള്ളത്. കേരള ഒരു നല്ല വെൽ പെർഫോമിംഗ് സ്റ്റേറ്റ് ആണ് ഇൻ IAS. IAS IPS എല്ലാത്തിലും, എല്ലാ സ്റ്റേറ്റ്സിലും മലയാളി ഓഫീസേഴ്സ് ഉണ്ട്. Do you have an opinion that civil service is achievable if we aren't depending on coaching centers? We aren't. Yeah, that's a very important aspect. കോച്ചിങ് സെന്റേഴ്സ്, ഞാൻ കോച്ചിങ് സെന്റേഴ്സ് പോയിട്ട് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായില്ല. കോച്ചിങ് സെന്റർ ഞാൻ 2 കോച്ചിങ് സെന്റേഴ്സ് ജോയിൻ ചെയ്തിട്ട് പകുതിയിൽ വന്ന ആളാണ്. പക്ഷെ അതിന്റെ കാരണം ചിലപ്പോൾ എന്റെ ലേസിനെസ് ഇപ്പോഴും ആയിരിക്കും. പക്ഷെ മൈ പോയിന്റ് ഇസ്, കോച്ചിങ് സെന്റേഴ്സ് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു സ്റ്റുഡന്റിന് നല്ല കോച്ചിങ് സെന്റേഴ്സ് നന്നായിട്ട് കോച്ചിങ് ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, കേരള ഗവൺമെന്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ പുതിയ ഡയറക്ടർ എന്റെ വൈഫാണ്. വിഘ്നേശ്വരിയാണ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡയറക്ടർ. സോ ഗവൺമെന്റ് സിവിൽ സർവീസ് അക്കാഡമിയില് മോർ ഇമ്പോർട്ടന്റ്ലി എന്ത് പറയാം, പല വിഭാഗങ്ങളുള്ളവർക്ക് ഫ്രീ ആയിട്ടും സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ പറ്റും. ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. നല്ല അക്കാഡമീസ്, അത് മാത്രമല്ല നല്ല അക്കാഡമീസ് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ചില അക്കാഡമീസ് മണി മേക്കിംഗ് ഫാക്ടറീസ് ആണ്. മണി മേക്കിംഗ് അല്ലാതെ ഓഫീസർ മേക്കിംഗ് ഫാക്ടറീസ് നോക്കിയിട്ട് ഒരു 2 ദിവസം ക്ലാസ് പോയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ഒപ്പീനിയൻ, ജനറൽ സ്റ്റഡീസ് കാട്ടിലും ഓപ്ഷണലൊക്കെ കോച്ചിങ് സെന്റേഴ്സ് കുറച്ചുകൂടി ആവശ്യം ഉണ്ടാവും, കൂടുതലുണ്ടാവും. വേറൊരു ക്വസ്റ്റ്യൻ അനഘ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സാർ ഡിസിഷൻ മേക്കിങ്ങിന്റെ PB നൂബ് സാർ ചെയ്ത ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ചോദിച്ചിട്ടുള്ളത്, while making decisions, one part or the other gets compromised. How do you prioritize empathy over practicality? പ്രാക്ടിക്കൽ ഡിസിഷൻസ് മാത്രമേ എടുക്കാൻ പറ്റും. വാട്ട് ഇസ് പ്രാക്ടിക്കൽ പേര് തന്നെ പറയുന്നത്, അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് നമ്മുടെ ലിമിറ്റ്സ് പരിധിയിനുള്ളിൽ ഈ സിസ്റ്റത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ തീർച്ചയായിട്ടും ഒരു നല്ല സൊസൈറ്റിയിൽ, ഒരു നല്ല സിസ്റ്റത്തിൽ ആ പ്രാക്ടിക്കൽ ഡെസിഷനിലും എംപത്തി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ 2 years ആയിട്ട് വയനാട് സബ് കളക്ടർ ആയിരുന്നു. 2 yearsലും ഞാൻ എടുത്ത ഏത് ഡെസിഷനിലും, അത് പാഡി ലാൻഡ് കൺസർവേഷൻ ആയാലും, ഫ്ലഡ് റിലേറ്റഡ് റിലീഫ് മെഷേഴ്സ് ആയാലും, ട്രൈബ്സിന് വേണ്ടി ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആയാലും, ഏത് ഡെസിഷൻ എടുത്താലും പ്രാക്ടിക്കാലിറ്റിയിൽ തീർച്ചയായിട്ടും ഒരു എംപത്തി ഉണ്ടാവും. ബിക്കോസ് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് നമ്മൾ ഓഫീസേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ പ്രാക്ടിക്കൽ മീൻസ് കീപ്പിംഗ് ഇൻ മൈൻഡ് പീപ്പിൾസ് വെൽഫെയർ, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഒவ்வொரு ഓഫീസർക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഓഫീസേഴ്സും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. Sir, there's one more question here. The IAS and other officers struggle many to achieve their position. But once they achieve the position, there are so many problems they face, due to which they are mentally and physically exhausted. How can you overcome this? This is what we are asking. After becoming officers, huh? Yeah. No, the satisfaction which the work gives, no? For IAS officer, there are 100 ways, 100 things to do. Okay. അതില് ചിലപ്പോൾ 5-10 കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകാം, സാധ്യതയുണ്ട്. പക്ഷെ 90 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, that will help us work. That is what has motivated me. എനിക്ക് സബ് കളക്ടർ ആയിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചെയ്ത കാര്യങ്ങൾ makes me feel satisfied. Sir, one more student has asked, who is your role model? My role model is always A.R. Rahman. A.R. Rahman is my role model because എത്ര ഹൈറ്റ്സ് എത്തിയാലും വളരെ സിമ്പിൾ ആയിരിക്കണം, വളരെ ഹംബിൾ ആയിരിക്കണം എന്ന് എനിക്ക് പഠിപ്പിച്ചു കൊടുത്തത് A.R. റഹ്മാനാണ്. ആൻഡ് IASൽ കുറെ റോൾ മോഡൽസ് ഉണ്ട്, കേരളത്തിൽ ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ ലൈഫിൽ എപ്പോഴും എൻ്റെ റോൾ മോഡൽ ഇസ് A.R. റഹ്മാൻ. ബിക്കോസ് എത്ര ഹൈറ്റ്സ് എത്തിയാലും ഹംബിൾ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്പിരിച്വൽ ഗുരു ആണ് എനിക്ക് A.R. റഹ്മാൻ.
Okay. And one more thing, did you ever feel hindrance from politicians during your reign over here? It's not interference. The wrong word, Anna. The thing is that politician പറഞ്ഞാൽ let's take MLA. Okay, MLA എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. നമ്മൾ എക്സാം എഴുതി വന്നവരാണ്. They are the ones who are directly chosen by the people. സോ ഒരു MLA യുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അത് ആ ജനങ്ങൾ എല്ലാവരുടെ വാക്കാണ്. സോ അത് ഇന്റർഫിയറൻസ് ഞാൻ എപ്പോഴും ഐ വിൽ നെവർ യൂസ് ദ വേർഡ് ഇന്റർഫിയറൻസ്. പക്ഷേ ഞാൻ എന്റെ കേരള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് our MLAs are all very, very reasonable, very, very public welfare നോക്കും. എന്റെ ഇന്ററാക്ഷൻസ് വയനാട് MLAസോട് ഉണ്ടായിരുന്നു, പാലക്കാടിലും MLAസോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇന്ററാക്ഷൻസ് MLAയോട് ഇല്ല. പക്ഷെ എന്റെ 3 years എക്സ്പീരിയൻസിൽ പബ്ലിക് വെൽഫെയർ റിലേറ്റഡ് ആയിട്ട് ഏത് കാര്യം പറഞ്ഞാലും അത് കറക്റ്റായിട്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന MLAs ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അവർ ചിലപ്പോൾ അവരുടെ വിഷസ് പറയും, പക്ഷെ അത് ഇന്റർഫിയറൻസ് അല്ല. തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പില് ജനങ്ങളുടെ ലീഡേഴ്സ് ആണ് അവർ. അത് മനസ്സിൽ വെച്ച് ഹംബിൾ ആയിട്ട് പൊളൈറ്റ് ആയിട്ട് അവരോട് വർക്ക് ചെയ്യണം. ഇതൊരു കോഓപ്പറേറ്റീവ് വേ ഓഫ് വർക്കിംഗ് ആണ്. That's what I have done in my 2 years. Okay. The next question is, sir, you said decision making is one of the most important skill required. So can you suggest any method for our students to develop this skill? And they also ask, how can they be motivated all through when they are studying? Any tips? The second thing I'll tell you, motivation. For example, I was studying for this exam for 4 years. Okay, three I cleared in my third attempt. So 4 years I was struggling to clear the exam. So അപ്പോൾ motivation എന്ന് പറയുന്നത് first we should love what we are studying. ഞാൻ പറഞ്ഞത് ഞാൻ അപ്പോൾ what I was giving my speech also, I was telling that നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട് നമുക്ക് വളരെ താല്പര്യം ഉണ്ടാവും. If we don't like our subject, if we are studying for the sake of the exam, we will feel demotivated. വളരെ ഇഷ്ടപ്പെട്ട് വളരെ താല്പര്യപ്പെട്ട് പഠിക്കുമ്പോൾ മാത്രമേ മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി ആയിരിക്കാം, ഇല്ലെങ്കിൽ മേ ബി ഇപ്പോൾ ഞാൻ AR റഹ്മാൻ പറഞ്ഞു, AR റഹ്മാന്റെ മ്യൂസിക് ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായ ഒരു നടനുടെ മൂവീസ് ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് മോട്ടിവേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഹെൽപ് മീ. And first question, how to improve decision making എന്ന് ചോദിച്ചാൽ by taking decisions we learn, I think, and by reading a lot. നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. when we go back and read what our leaders have done. For example, ഞാൻ ഇപ്പോൾ പത്തനംതിട്ട കളക്ടർ നൂ സാറിനെ കുറിച്ച് പറഞ്ഞു. സോ ഇങ്ങനെ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിന്ന് we can learn how to take decisions. That's what I feel, by learning from real life examples. Until now, many of us had a fear that IAS was unreachable, but now you have made it reachable and possible for us. So now we have understood there are no secrets to success. It is a result of preparation, hard work, and learning from failures. So I take this opportunity, sir. Yes? No, the point I want to make is, it's forget IAS or anything. Ultimately, we all should work towards becoming good citizens of this country. And Yes. good citizens, we will be good officers, and IAS, IPS, all that comes next. That is what I want to emphasize. Yes. So thank you, sir, for inspiring, and I'm sure many of us viewers have been motivated to serve the society by becoming responsible citizens. Yeah. So I will thank all the participants for participating in today's session and making it a success. Thank you, sir.